ബൈസരൻ വായിൽ കൊല്ലപ്പെട്ട ഓരോ മനുഷ്യന്റെയും രക്തത്തിന്റെ വിലയായി ഇനിയൊരു ഭീകരാക്രമണവും അതിർത്തി കടന്നു വരാതിരിക്കാൻ, പാകിസ്ഥാനിലെ രാക്ഷസ കൂട്ടങ്ങൾ ദംശകൾ കട്ടിച്ച് ചിരിക്കാതിരിക്കാൻ അതിർത്തിക്കപ്പുറമുള്ള എല്ലാ ഭീകര സങ്കേതങ്ങളും കത്തിച്ച് ചാമ്പലാകുകയും എല്ലാ ഭീകരവാദികളെയും ചുട്ടരിക്കുകയും വേണം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ജമ്മു കാശ്മീർ ഭീകരാക്രമണം, ശക്തമായ നിലപാടുമായി ഇന്ത്യ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു യുദ്ധഭീതി ഉരുണ്ടുകൂടുന്നതിന്റെ തുടക്കമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. കാശ്മീരിന്റെ മണ്ണിൽ ചിതറിത്തെറിച്ച ഓരോ ഇന്ത്യക്കാരന്റെ രക്തത്തിനും പാകിസ്ഥാൻ വില നൽകിയേ മതിയാവൂ എന്ന നിലയിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്. പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ദുർബലമാക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു യുദ്ധത്തേക്കാൾ പാകിസ്ഥാന് പ്രഹരം നൽകുന്ന തീരുമാനങ്ങളോടെയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ അടിയാണ്. ജലസേചനം, കൃഷി, ദൈനംദിന കാര്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യാനന്തരം 9 വർഷം നീണ്ടുനിന്ന ചർച്ചക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും, അഥവാ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അയ്യൂബ് ഖാനും കൂടി 1960 ഒപ്പുവെച്ച കരാറാണ് IWT അഥവാ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി. സിന്ധു നദീതടത്തിലെ പ്രധാനപ്പെട്ട 6 നദികളെ തുല്യമായി വിഭജിച്ചുകൊണ്ടായിരുന്നു കരാർ. കരാർ പ്രകാരം കിഴക്കൻ ഭാഗത്തെ നദികളായ രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും, പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ധലം തുടങ്ങിയ നദികളിലെ ജലം പാകിസ്ഥാനും നൽകുക എന്നതായിരുന്നു വ്യവസ്ഥ. ആ കരാറാണ് ഇപ്പോൾ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ ഏകപക്ഷീയമായി റദ്ദാക്കിയിരിക്കുന്നത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ പാകിസ്ഥാനിലെ കരാറിൽ വെച്ച് നടന്ന കരാർ 64 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഇപ്പോൾ ഏകപക്ഷീയമായി റദ്ദാക്കുന്നത്. ഈ കരാറിലൂടെ ഈ 3 നദികളിൽ നിന്നായി പാകിസ്ഥാൻ ലഭിച്ചിരുന്നത് ഈ 3 നദികളിലെയും 80% ജലമായിരുന്നു. ഈ 3 നദികളിൽ നിന്നും വെറും 20% ജലം മാത്രമായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ കൃഷിയെ സാരമായി ബാധിക്കുകയും കൃഷി ജീവനോപാധിയായി സ്വീകരിച്ച പാകിസ്ഥാനികളെ ഗവൺമെന്റിനെതിരെ തിരിയാൻ ഇത് പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി ഇന്ത്യ പുനഃപരിശോധിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകൾ വരൾച്ചയുടെ തിക്താനുഭവം അനുഭവിക്കേണ്ടി വരും. അതേസമയം സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്യുന്ന നടപടി ചോദ്യം ചെയ്യപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ജലം നിഷേധിക്കുക മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് സമമാണ്. ഒരു രാജ്യത്തോടോ അവിടുത്തെ ഭീകരവാദികളോടോ ഉള്ള അമർഷം അവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുക എന്നതിൽ ലോകരാജ്യങ്ങളിൽ വിയോജിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത് 6 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേതാണ് സിന്ധു നദി ജല കരാർ മരവിപ്പിക്കുക എന്നത്. 2, അട്ടാരി അതിർത്തി അടക്കുക എന്നതാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജനസഞ്ചാരം അതോടുകൂടി ഇല്ലാതാകും. 3ാമതാണ് പാകിസ്ഥാനികൾക്ക് പുതിയ വിസ നിഷേധിക്കുക എന്നത്. 4, പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കുന്നു എന്നതാണ്. 5ാമത്തേതാണ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരിച്ചു വിളിക്കുന്നു എന്നത്. 6ാമത്തേതും സുപ്രധാനവുമായ ഇന്ത്യയുടെ കടുത്ത നിലപാടാണ് 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണമെന്നുള്ളത്. ആദ്യേ ദുർബല പിന്നെ ഗർഭിണിയുമായാലോ എന്ന പോലെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ. അല്ലെങ്കിലോ സാമ്പത്തിക പാപ്പരത്വവും ഭരണ അസ്ഥിരതയും പാകിസ്ഥാനെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതുപോലൊരു അടി പാകിസ്ഥാനും പാകിസ്ഥാനിലെ ജനങ്ങൾക്കും താങ്ങാനാവുകയില്ല. ഈ പ്രക്ഷുബ്ധ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുക ഇരു വിഭാഗത്തുമുള്ള അതിർത്തിയുടെ അപ്പുറവും ഇപ്പുറമുള്ള സാധാരണ മനുഷ്യരായിരിക്കും. കൊടുത്തും വാങ്ങിയും അതിർത്തി കടന്ന് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണ മനുഷ്യർ ഈ പൊടുന്നനെയുള്ള ഉപരോധങ്ങളിലും പ്രതിരോധ പ്രവൃത്തികളിലും പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാനാവുകയില്ല. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പിറവി തന്നെ മതാന്ധതയിൽ നിന്നുണ്ടായതാണെന്ന് വേണം പറയാൻ. അന്ന് കുടിയേറിപ്പോയവരിൽ നല്ലൊരു വിഭാഗം മതാന്ധതയുടെ രക്തം പേരുള്ളവരായിരുന്നു.
അതുകൊണ്ടാണ് തലമുറകൾ മാറി മാറി വന്നിട്ടും അവരിൽ നിന്നും ഹിന്ദു എന്നും മുസ്ലിം എന്നും ഹിന്ദി എന്നും പാകിസ്ഥാൻ എന്നുമുള്ള ചിന്ത അന്യം നിന്ന് പോകാത്തത്. തീവ്ര ചിന്താഗതിയുള്ള പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ശത്രുക്കളാണ്. അവർക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പ്രത്യേക മമതയൊന്നും തന്നെയില്ല. അവരെ പോലെ എല്ലാം തികഞ്ഞ മുസ്ലിങ്ങൾ ലോകത്ത് മറ്റെവിടെയുമില്ല എന്ന് ചിന്തിക്കുന്ന ബുദ്ധിശൂന്യരായ മനുഷ്യരാണ് പാകിസ്ഥാനിലുള്ളത്. പാകിസ്ഥാനിലെ ജനങ്ങളുടെ അധികവും. പഹൽഗാമിൽ അവർ മതം ചോദിച്ച് ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് കാശ്മീരിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് സാർക്ക് വിസ ഇളവ് പ്രകാരം ഒരു പാകിസ്ഥാനിക്കും ഇനി ഇന്ത്യയിലേക്ക് വരാനാവില്ലെന്നാണ്. ഈ സ്കീമിൽ ഇതോടുകൂടി മുമ്പ് നൽകിയിട്ടുള്ള എല്ലാ വിസകളും റദ്ദു ചെയ്യപ്പെടുന്നു എന്നാണ്. മാത്രമല്ല 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് മുഴുവൻ പാകിസ്ഥാനികളും സ്ഥലം കാലിയാക്കിയിരിക്കണം. ഒരു പാകിസ്ഥാനിയുടെയും ഒരു സഹായം ഇന്ത്യക്ക് വേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. കാശ്മീരിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയത്, അവർ പ്രതിഷേധിച്ചത് അവർക്ക് അവരുടെ സ്വസ്ഥമായ ജീവിതം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പാകിസ്ഥാനി തീവ്രവാദിയുടെയും സഹായം അവർക്ക് ആവശ്യമില്ലെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യൻ നിലപാടുകളിൽ തീരുമാനമെടുക്കാൻ ഇന്ന് അടിയന്തര സുരക്ഷാ സമിതി വിളിച്ചു ചേർത്തിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് ഇന്ത്യ വർഷങ്ങളായി ഈ കരാർ അവസാനിപ്പിക്കാൻ, സിന്ധു നദീ ജല കരാർ അവസാനിപ്പിക്കാൻ ശ്രമം നടത്തിവരികയായിരുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ കൂടി അപലപിക്കുന്ന ഈ പഹൽഗാമ ഭീകരാക്രമണത്തിന് മറിയാക്കി ഇന്ത്യ സിന്ധു നദീ ജല കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വ്യാഴാഴ്ച ചേരുന്ന സുരക്ഷാ സമിതിയിൽ എല്ലാം ചർച്ച ചെയ്യുമെന്നും ഇന്ത്യയുടെ പ്രതികാര നടപടികൾക്കെതിരെ കൃത്യമായ പ്രതികരണം ഉണ്ടായിരിക്കുമെന്നുമാണ്. ജോർജ് ടൗൺ സർവകലാശാലയിലെ പ്രൊഫസറായ ഇർഫാൻ നൂർദ്ദീൻ പറയുന്നത് എത്ര പെട്ടെന്നാണ് ഇന്ത്യ ഒരു തെളിവുമില്ലാതെ പാകിസ്ഥാന്റെ മേൽ എല്ലാ കുറ്റങ്ങളും ആരോപിക്കുന്നത് എന്നാണ്. അക്രമകാരികൾക്ക് ധനസഹായം നൽകുന്നത് പാകിസ്ഥാൻ സൈന്യമാണെന്നുള്ള വാദം ഇന്ത്യ മുന്നോട്ട് വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാണ്. കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യയുടെയും പാകിസ്ഥാനെയും നയതന്ത്ര ശ്രമങ്ങളുടെ പരാജയമാണ് ഈ ആക്രമണങ്ങൾ കാരണമെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 5-6 വർഷങ്ങളായി കാശ്മീരിൽ തുടരുന്ന കഠിനമായ സൈനിക ലോക്ക്ഡൌണും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഹിന്ദു മുസ്ലിം സംഘർഷവും ഇതിന് കാരണമായേക്കാം എന്നും പ്രൊഫസർ കൂട്ടിച്ചേർക്കുന്നു. 80 വർഷത്തോളമായി തുറന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷം ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുന്നു എന്നതാണ് സത്യം എന്നാണ് ഇർഫാൻ നൂർദ്ദീൻ പറയുന്നത്. അതിനിടെ സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ പറഞ്ഞു വിട്ടില്ലായത് പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ്. അദ്ദേഹം പറഞ്ഞത് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നത് എല്ലാവരും കണ്ടതല്ലേ എന്നാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓരോ മനുഷ്യജീവനും വിലമതിക്കാത്തതാണ്. എന്നാൽ എല്ലാവരെയും കണ്ണീരിലാറ്റിയ ഒരു ചിത്രമുണ്ട്. പ്രിയതമൻ വെടിയേറ്റ് മരിച്ചതിനരികിൽ കണ്ണീർ പറ്റി ഹൃദയസ്പന്ദനം പോലും നിലക്കുമെന്ന അവസ്ഥയിലിരിക്കുന്ന ഒരു നവവധുവിന്റെ ചിത്രം. ഒരാഴ്ചയുടെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ അനശ്വരതയിലേക്ക് പറന്നുപോയ ഹരിയാന സ്വദേശി ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെയും ഒരാഴ്ച കൊണ്ട് വൈദഗ്ധ്യത്തിന്റെ കൊടും ചൂടിലേക്ക് എടുത്തെറിയപ്പെട്ട ഭാര്യ ഹിമാൻഷുടെയും ചിത്രങ്ങളായിരുന്നു അത്. ബൈസരൻ വാലിയിൽ കൊല്ലപ്പെട്ട ഓരോ മനുഷ്യന്റെയും രക്തത്തിന്റെ വിലയായി ഇനിയൊരു ഭീകരാക്രമണവും അതിർത്തി കടന്നു വരാതിരിക്കാൻ, പാകിസ്ഥാനിലെ രാക്ഷസ കൂട്ടങ്ങൾ ദംഷകൾ ചിരിക്കാതിരിക്കാൻ അതിർത്തിക്കപ്പുറമുള്ള എല്ലാ ഭീകര സങ്കേതങ്ങളും കത്തിച്ച് ചാമ്പലാകുകയും എല്ലാ ഭീകരവാദികളെയും ചുട്ടരിക്കുകയും വേണം. അതല്ലാതെ ഈ നയതന്ത്ര തലത്തെ നടപടികൾ മാത്രം മതിയാവില്ല പാകിസ്ഥാന്റെ നട്ടെല്ലൊടിക്കാൻ. കാരണം തീവ്രവാദികൾ കൂടിച്ചേരുമ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ ഇന്നത്തെ പാകിസ്ഥാനായി മാറുന്നത്.